ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ അത്ര സുഖമല്ല, കുറച്ച് സാഡാണ്. പിന്നെ സാഡ് ആചരിക്കൽ ഒരു സ്വഭാവം കൂടി എനിക്ക് കുറച്ച് അധികം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ആഴ്ചയായിട്ട് സാഡാണ്, ടു ബി ട്രൂ. അതിൻ്റെ കാരണമാണ് അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അമ്മ വരുമ്പോൾ ഞാനൊരു 10-15 ദിവസം മുന്നേ എക്സൈറ്റ്മെൻറ്റ് തുടങ്ങി, അത് ആചരിക്കലാണ്. അപ്പോൾ അമ്മ തിരിച്ചു പോകണതിൻ്റെ ദുഃഖം ആചരിക്കലാണ്. അമ്മ ഇപ്പോൾ ആദ്യം ആംസ്റ്റർഡാം വന്നിട്ട് തിരിച്ചു പോകുന്നതല്ല, അതെനിക്ക് ശീലമാണ്. പക്ഷെ എല്ലാ പ്രാവശ്യം അമ്മ വരുമ്പോഴും ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാ പ്രാവശ്യം അമ്മ പോകുമ്പോഴുള്ള ആ ഒരു ഹാർട്ട് റഞ്ചിങ് സങ്കടവും ഇറ്റ്സ് ദ സെയിം. നാളെ എനിക്കറിയാം ശരിയാവും, നാളെ ഓക്കെ ആവും. പക്ഷെ ഇന്നത്തെ ഈ ഒരു ഡേ കടന്നു കിട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പെഷ്യലി ബിക്കോസ് ഐ ഫീൽ എവറിത്തിങ് വെരി ഡീപ്ലി. ഭയങ്കര ഫീലിംഗ് ആണ്. പിന്നെ അതിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ഐ വോണ്ട് ടു കം ഔട്ട് ഓഫ് ദാറ്റ് മൈൻഡ്. ഐ വിൽ സ്നാപ്പ് ഔട്ട് ഓഫ് ഇറ്റ്. അമ്മ ആ ഫ്ലൈറ്റ് കയറി അമ്മോട് ബൈ ബൈ പറഞ്ഞ് കഴിഞ്ഞ ആ ഒരു മൊമെൻറ്റിൽ ഐ വിൽ ബി ഓക്കെ ആയിരുന്നു. പക്ഷെ അതുവരെയുള്ള ആ ഒരു ടൈം എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ടൈമാണ്. ഇപ്പോഴും എനിക്കറിയില്ല, ഐ എം ഗെറ്റിംഗ് വെരി ഇമോഷണൽ, ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ എൻ്റെ ഈ സ്വഭാവം എൻ്റെ അമ്മയ്ക്ക് നന്നായി അറിയണമുണ്ട്. അമ്മ രാവിലെ എനിക്ക് തന്ന പെപ്പ് ടോക്ക് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. കരയാനായിട്ടിരിക്കില്ല ജീവിതം. കരഞ്ഞു കേട്ട് ഒരു കാര്യമില്ല ദീപ. ഇപ്പോൾ ഒരാൾ മരിച്ച പോലെ നമ്മൾ കുറേ കരഞ്ഞിട്ട് കരയും, സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചൊരു ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അമ്മ പറഞ്ഞത് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നൊക്കെ എണീക്കണം, എണീച്ചേ പറ്റൂ. ആരും തുണയില്ല, നമ്മൾ തന്നെ നമുക്ക് തുണുള്ളൂ. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കുക, നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ? ദാറ്റ്സ് മൈ പ്രാക്ടിക്കൽ, മൈ സ്ട്രോങ് ഗേൾ. അപ്പോൾ അമ്മയെ പോലെ ആയിത്തീരുന്നതാണ് എൻ്റെയൊക്കെ ആഗ്രഹം. ലൈക്ക് ഐ ഓൾവേസ് സേ അമ്മ ഇസ് മൈ ഇൻസ്പിറേഷൻ. എനിക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇഷ്ടമാണ്, നമ്മുടെ ഗ്രൗണ്ടഡ് മൈൻഡ് സെറ്റ് ഇഷ്ടമാണ്. അമ്മയ്ക്ക് അമ്മേനെ തന്നെ നല്ലോണം അറിയാം. അപ്പോൾ അമ്മ എപ്പോഴും അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. എനിക്കും എന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അത് അമ്മയുടെ ഞാൻ പിക്ക് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് എൻ്റെ ഡേ ഭയങ്കര ബിസി ആക്കി വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഞാൻ ബിസി ആയില്ലെങ്കിൽ വെറുതെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടി വഷളാവും. നമുക്ക് നമ്മുടെ വ്ളോഗ് തുടങ്ങാം. ഞാൻ അതേ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് എയർപോർട്ടിൽ പോകാൻ. ദിവ്യ ബോയ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ താഴെ നമ്മുടെ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശിവ് ബോയ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, വിതൗട്ട് എനി ഡിലേ, വെൽക്കം ടു ചിയാമോ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് ശിവന് വാങ്ങിച്ചൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് തുടങ്ങാം കേട്ടോ. ശിവന് ഞാനൊരു പ്ലാനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ. അത് ശിവൻ്റെ പ്ലാനർ. ഡു യു ലൈക്ക് ഇറ്റ്? തുറന്നു നോക്കൂ. ഇഷ്ടമായോ? Make bed no. You didn't make your bed. Get dressed in pants ചെയ്തു. Clean the room. The room is already clean, right? So you can take that. നല്ല അടിപൊളി പ്ലാനറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികളുടെ ഇനീഷ്യൽ പ്ലാനിങ് ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ യൂസ് ചെയ്യിപ്പിക്കണം നമ്മൾ. അപ്പോൾ പിന്നെ സ്ലോലി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം ആ ഒരു സ്വഭാവം. നമുക്കിതിൽ ശിവൻ്റെ ടാസ്ക് അനുസരിച്ചുള്ള ലിസ്റ്റ് ഇടാം. കാരണം ഇത് മാറ്റാൻ പറ്റും. നോക്കൂ, വളരെ ക്രിയേറ്റീവായ സിമ്പിൾ ഡിസൈൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടീമുവിൻ്റെ ഒരു ആഡ് വന്നതാണ്. വീട്ടിലെപ്പോഴും പ്ലാൻ ഞാൻ പറഞ്ഞു നടക്കണോണ്ടെന്ന് അറിയില്ല. എനിക്ക് ഈ ആഡ് വന്നപ്പോൾ കണ്ടപ്പോൾ തോന്നി ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം. സംഭവം സിമ്പിളാണ്, നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ 2 ഓർഡർ ചെയ്തു. ഒന്ന് ശിവന്, ഒന്ന് ആസ്തിക്ക്. ആസ്തിൻ്റെ നീസാണ് കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ ഡോട്ടർ. അവൾ ഗുജറാത്തിലാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ പോണത് ഗുജറാത്തിക്കാണ്. അപ്പോൾ അവൾക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെടും തോന്നുന്നു. ശിവു ആസ്തി ഫുൾ പ്ലാനിങ് ചെയ്തിട്ട് ഇങ്ങനെ ഗുഡ് ബച്ചാസായിട്ട് കണ്ടറിയാം. അമ്മ അപ്പുറത്ത് നിന്നിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് കണ്ടറിയാമെന്നല്ല, ചെയ്യുന്നുണ്ടാവില്ല മിക്കവാറും. ആസ്ത പിന്നെ വികൃതി പോക്കിരിയാണ്. ശിവനെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. നോക്കട്ടെ, എന്തായാലും ഞാൻ അത് യൂസ് ചെയ്തിട്ടേ ഇതിൻ്റെ ഗുണമൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആസ്തയ്ക്ക് നമ്മളൊരു ക്യൂട്ട് ലിറ്റിൽ ബാഗും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ. അവളുടെ പേര് എൻഗ്രേവ് ചെയ്തിട്ട്. അവൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അമ്മ നാളെയാണ് കേട്ടോ നാട്ടിൽ പോണത്. ഞാൻ ഈ നാട് പറയുന്നത് ഗുജറാത്താണ് കേട്ടോ. അപ്പോൾ നാളെ ഗുജറാത്തിക്കാണ് അമ്മ ഫ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഫൈനൽ റൗണ്ട് ഓഫ് പാക്കിങ്ങോ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് ഈറ്റബിൾസ് വാങ്ങാണ്ട് അത് ഈവനിങ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാം. തൽക്കാലം കിച്ചണിൽ പോവാം. ഫ്രിഡ്ജ് ക്ലീനിങ്ങും കുക്കിങ്ങും കുറേ പണിയുണ്ട്. അമ്മ കുക്ക് ചെയ്യണത് ഇന്നത്തെ ലഞ്ച് അല്ല കേട്ടോ.
ഞങ്ങൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അമ്മമാരുടെ ഒരു കാര്യം എപ്പോൾ വന്നാലും അമ്മയ്ക്കിത് സ്ഥിരമാണ് കേട്ടോ. നില തുടങ്ങിയ പണിയാണ്, ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ലിസ്റ്റ് അനുസരിച്ച് ഇനി കുറേ കറികളും കൂടി അമ്മയ്ക്ക് ഉണ്ടാക്കിയെടുക്കാണ്ട്. പറ്റുന്നത്ര എൻ്റെ ഇതിൻ്റെ ലൈഫ് ഈസി ആക്കുക, അതാണ് നമ്മുടെ അജണ്ട. അതാണ് പോണതിന് മുമ്പ് ഈ ഒരാഴ്ചത്തെ കുക്കിംഗ് ഒക്കെ ചെയ്ത് വെക്കണം കേട്ടോ. ഒട്ടുമിക്ക അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു ചിന്താഗതിയൊക്കെ ഒരു അമ്മയ്ക്ക് തന്നെ വരുള്ളൂ. വെറുതെ നോക്കൂ, വെറുതെ വികൃതി കാണിക്കുമ്പോൾ നിൽക്കാൻ നോക്കൂ. ബോൾ കളിക്കുമ്പോൾ ഞാനത് തട്ടിയിടും. എന്തായാലും ബോൾ കുഴപ്പമില്ലല്ലോ. ഇതാ വരുന്നത്. ഇതിപ്പോൾ ആ ബോളിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇട്ട് പോയിരിക്കും. ശിവു അമ്മമ്മി ഒരു നോർമൽ അമ്മമ്മ പേരക്കുട്ടി റിലേഷൻഷിപ്പ് കൊഞ്ചി അങ്ങനെ മാത്രമല്ല കേട്ടോ. ഇവർ നല്ല ടോം ആൻഡ് ജെറി റിലേഷൻഷിപ്പ് ഉണ്ട്. ശിവ എപ്പോഴും പറയാം ജയിലർത്തെ രജനീകാന്തും അവരെ പേരക്കുട്ടിയുടെ റിലേഷൻഷിപ്പ് അത്ര ശിവനും അമ്മമ്മയ്ക്കും ഉള്ളത്. കുറേ കാലമായി അമ്മനോട് പറയുന്നു നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഇത് നമ്മുടെ ഒരു ശീലമാണ്. നമ്മൾ ഗുജറാത്തിലുള്ളപ്പോൾ നാട്ടിൽ പോണ സമയത്തും അമ്മ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടാണ് പോവാറ്. ഫ്രിഡ്ജ് അത്യാവശ്യം ക്ലീൻ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിത് ഇടയ്ക്ക് കുറച്ച് ആഴ്ചകൾ കൂടുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ട്രിപ്പ് പോയപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെറുതെ ഡംപ് ചെയ്തിട്ട് ഒരു ഓട്ടോ ഓടി ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഫ്രിഡ്ജ് അത്യാവശ്യം ക്ലീൻ തന്നെയാണ്. പക്ഷെ ഇന്ന് എല്ലാം കൂടി പുറത്തെടുത്ത് തുടച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ സോർട്ട് ചെയ്ത് അനാവശ്യ സാധനങ്ങൾ കളയുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അമ്മ കൂടാന്ന് പറഞ്ഞു. അമ്മ പാരലൽ കുക്കിംഗ് നടത്തുന്നുണ്ട് കേട്ടോ. അമ്മമാർ ആർ സൂപ്പർ ഹ്യൂമൻസ്, നോ വേർഡ്സ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സൂപ്പർ ഓർഗനൈസർ അല്ല, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഓർഗനൈസറാണ്. അതായത് എൻ്റെ രീതിക്കുള്ള ഓർഗനൈസറാണ് ഞാൻ. വെജിറ്റബിൾസ് പൊതുവേ വാങ്ങിയാൽ ഞാൻ പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് മാറ്റിയിട്ട് അത് സ്റ്റോറേജ് ഓർഗനൈസേഴ്സിൽ ഇടാതാണ് പതിവ് കേട്ടോ. ഇത് ട്രിപ്പ് പോണതിന് മുമ്പേ എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അത് അവിടെ ഇട്ട് പോയതാണ്. അപ്പോൾ ഇന്ന് അതൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചു. ഇതാണ് എൻ്റെ ചീസ് ആൻഡ് ബട്ടർ സ്റ്റോർ ചെയ്യുന്ന ബോക്സ്. അതിൽ സാധനങ്ങളൊക്കെ വെച്ചു കേട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് ചീസാണ് കേട്ടോ, ആ കൗ ചീസ്. കാലറീസാണ് അത്യാവശ്യം, എന്നാലും ഞാൻ വാങ്ങി കഴിക്കാറുണ്ട്. പിന്നെ ദേ താഴത്തെ റാക്കിലാണ് ഞാൻ എൻ്റെ മിൽക്കും എൻ്റെ സാലഡ് സോസസും വയ്ക്കുക. പിന്നെ ദേ നമ്മുടെ പ്രോട്ടീൻ ബോംബ് മുട്ട, ഈ വീട്ടിൽ ഏറ്റവും അധികം ചിലവാണ് ഭക്ഷണം. മുകളിലത്തെ റാക്കിലാണ് കേട്ടോ ഞാൻ എൻ്റെ അച്ചാറ്, പപ്പടം, പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. മൈക്രോവേവ് സെക്ഷനിൽ ഒരു കുട്ടി പോക്കരി കയറിയിരിക്കുന്നത് കണ്ടില്ലേ? അമ്മയും ഞാനും അടുക്കളയിലുള്ളതുകൊണ്ടേ ശിവൻ നമ്മുടെ ഏരിയയിൽ തന്നെ മണത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേറെ എന്താ പണിയില്ലല്ലേ. ഇപ്പോൾ ശിവന് ഓട്ടം വെക്കേഷൻ ആയതുകൊണ്ട് അവനും വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ലേ. അവനും നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടയ്ക്കാനും കുറച്ച് സാധനങ്ങൾ എനിക്ക് എടുത്ത് തരാനും. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ അറിയോ, അവർ ഓട്ടോമാറ്റിക്കലി വലുതായത് ചെയ്തു പോകും. ഞാൻ അമ്മയെ കണ്ടുപഠിച്ചു, ശിവൻ ഞങ്ങളെ കണ്ടുപഠിക്കുന്നു. ശ്രദ്ധിച്ചടയ്ക്കും. മൊബൈലിൽ കുറേ ദിവസമായില്ല നീ റീചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടേ, ഒരാഴ്ചയായി. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടത് എൻ്റെ ബ്രദറാണ് കേട്ടോ. അമ്മയുടെ നിന്ന് എന്തൊരു മിനി ഡോസ് കിട്ടുകയാണ്, അത് അവന് കിട്ടട്ടെ. മീൻവൈൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നീസിനെ കാണിച്ചു തരാം. മനുവിൻ്റെ രണ്ടാമത്തെ മോള് അൻവി എന്നാണ് പേര് കേട്ടോ. നല്ല ക്യൂട്ടാഞ്ചി അല്ലേ. ശരിക്കും ഇവൾക്ക് ശിവൻ്റെ നല്ല ചായയുണ്ട്. ഇവളെ എപ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നും മിനി ശിവ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ചെറിയ ആളെ കണ്ട സ്ഥിതിക്ക് മൂത്ത ആളെ കാണാട്ടോ നമുക്ക്. ആസ്തക്കുട്ടനെ അവളെ ഇറിറ്റേറ്റ് ചെയ്യാണ് എൻ്റെ ഹോബി. മനു ആസ്തക്കോ एक बार फोन दे तो. ആസ്തക്കോ, ആസ്ത, I'm sending my mama there. Will you take care of my amma? Yes. How will you take care of her? Will you give her papam? Yes. Will you put her to sleep? എന്തൊക്കെ പറയാം. What is this Didima saying? What is this Didima saying? നമ്മുടെ ബ്രദറിന് സ്പെഷ്യലി ഡോട്ടേഴ്സ് ഉള്ളപ്പോഴേ നമുക്ക് അവരോട് ഭയങ്കര കണക്റ്റ് തോന്നും. ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും ഇവർ എൻ്റെ വേർഷൻസ് ആണ്, ജൂനിയർ വേർഷൻസ്. ഇന്നത്തെ ലഞ്ചിന് പാച്ചുമാസ് തലശ്ശേരി സ്റ്റൈൽ ചൂട് ബിരിയാണി കൊണ്ടുവന്ന് മാംസി കേട്ടോ. മാംസി എൻ്റെ ബെസ്റ്റിയാണ്, ഹീസ് മൈ ഫാമിലി. അപ്പോൾ യു നോ ഹിം. ഞാൻ കുറേ വ്ളോഗ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം നമുക്ക് ബിരിയാണിയിൽ ഫോക്കസ് ചെയ്യാം. റായ്ത്ത, പിന്നെ ഗ്രീൻ ചട്നി, അച്ചാർ, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ട്. ഒരു ഹോൾസം ലഞ്ച്. ഇങ്ങനെ വന്ന് പാച്ചുമ്മ മാംസിയുടെ മദർ ഇൻ ലോ ആണ്. അമ്മ നാട്ടിൽ പോണോണ്ട് പാച്ചുമ്മ ഉണ്ടാക്കി കൊടുത്തേച്ചാണ് കേട്ടോ ബിരിയാണി. നമുക്ക് കണ്ടറിഞ്ഞ് ഓരോന്ന് ചെയ്തു തരിക, നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്ഷിപ്പ്. നല്ല മസാല, അടിപൊളി. ചട്നി അടിപൊളി. ചട്നി കഴിച്ചമ്മ, പച്ചുമ്മ സൂപ്പർ പച്ചുമ്മ. നാളെ ശിവ ലഞ്ച് ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. നാളെ അമ്മമ്മ ഈ സമയത്ത് ഫ്ലൈ ചെയ്യായിരിക്കും ഇന്ത്യക്ക്.
ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തൊരു ഒബ്സഷൻ എന്ന് എനിക്ക് തോന്നാറ് എന്താ അറിയോ, കുട്ടികളെ ഫീഡ് ചെയ്യുക, അവർ വളർന്നു നോക്കുക, അവർ നന്നായി നമ്മൾ നോക്കുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷേ ഇതൊരു നാച്ചുറൽ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ആൻഡ് മൈ അമ്മ ഇസ് നോ ഡിഫറെൻറ്റ്. ശിവനെ നന്നായി ഫുഡൊക്കെ ഫീഡ് ചെയ്തതിന് ശേഷം അമ്മ മതി ഉച്ച ബിരിയാണി മയക്കത്തിലാണ്. നിങ്ങൾ ഈ വ്ളോഗിൽ ഒരാളെ മിസ് ചെയ്യുന്നില്ലേ? ദിവ്യ ബോയ് ജോലിയിലാണ്. ഈവനിങ് 5:30 ആകുമ്പോൾ എത്തും. ആൻഡ് ഈവനിങ് 5:30 ആയിരിക്കുന്നു എത്തിയിരിക്കുന്നു. Actually it looks like കാതിൽത്ത man. അമ്മമ്മ പറഞ്ഞ ശരിയാ. കാതിൽത്ത means കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കനലേ. അത് തൂങ്ങി കിടക്കുന്നതിനുണ്ടല്ലോ. ഇതൊരു ചെയിനാണ്. അമ്മമ്മയ്ക്ക് ഒന്നും അറിയില്ല അല്ലേ? ചെയിനാണ്. ഫയർ എങ്ങനെയാണ് ചെവിയിൽ വെക്കാന്ന്. കാതിൽത്ത ഫയർ ഡിസ്കഷൻ കണ്ടിന്യൂസ്. ടോം ആൻഡ് ജെറി സാഗ വെരി നോർമൽ ഇൻ ദിസ് ഹൗസ്. ദിവ്യ ബോയ് ചായ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് കിച്ചണിൽ കേട്ടോ. ദിവ്യ ബോയിൻ്റെ ചായ ഈസ് ദി ബെസ്റ്റ് ചായ ആൻഡ് മൈ ചായ ഇസ് ദ വേസ്റ്റ് ചായ. അതുകൊണ്ട് ഞാനത് ഒരിക്കലും ഉണ്ടാക്കാറേ ഇല്ല, ഞാൻ കുടിക്കാറുമില്ല. ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ആറാൻ വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പം അമ്മ അതൊക്കെ പാക്ക് ചെയ്യാണ്. ഇതൊക്കെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അമ്മയ്ക്ക് നല്ല സമാധാനം കിട്ടും. ഐഷ എപ്പോഴും പറയും കേട്ടോ, ദിവ്യ ചേച്ചിയുടെ വീട്ടിലുള്ള എത്ര സ്റ്റീൽ പാത്രം നെതർലാൻഡ്സിൽ വേറെ വീട്ടിലുണ്ടാവില്ല. അത് ഏകദേശം സത്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായനെ കുറിച്ച് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു ഈ ചായ കുടിക്കുന്ന ഓരോരുത്തർക്കും ഭയങ്കര നിർബന്ധമാണ് ഒരു പ്രത്യേക സ്റ്റൈൽ ചായ വേണമെന്ന്. അപ്പോൾ അമ്മി ദിവ്യ ബോയും അവർ പ്രത്യേക സ്റ്റൈൽ ചായ ചേർസ് അടിച്ച് കുടിക്കുന്ന നേരം കൊണ്ട് ഞാൻ അമ്മ ഉണ്ടാക്കിയ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. ഇതല്ലാതെ നെലയും കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചായിരുന്നു. എനിക്ക് സ്റ്റോർ റൂമിലും കൂടി ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലുണ്ട് കുറച്ച് സാധനങ്ങൾ. ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റോർ റൂമിൻ്റെ ഫ്രിഡ്ജും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ മൈ ഗോഡ് ഐം ലൈക്ക്, ഇന്ന് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാണല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ. ഇപ്പോൾ അറ്റ് ദിസ് പോയിൻറ്റ് ഈ ഫുഡൊക്കെ ഞാൻ കഴിച്ച് തീർത്തിരിക്കണം കേട്ടോ. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഇമോഷണൽ ആവുകയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. ഒരു അമ്മയ്ക്ക് മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു അമ്മയ്ക്ക് മാത്രമേ ഇത് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അമ്മമ്മയും പോക്കിരി ശിവും രണ്ടുപേരും വീണ്ടും അവരെ ടോം ആൻഡ് ജെറി സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബ്രെയിൻ സ്റ്റോമിങ് ടോപ്പിക് കുറിച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും സോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനും അമ്മയും ജിമ്മിൽ പോകുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക് കഴിഞ്ഞ് ജിമ്മിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ജിം സെഷനാണ്. കാരണം ഇനി അമ്മ നാട്ടിൽ പോകുമല്ലോ, എനിക്കെൻ്റെ ജിം ബഡീനെ നല്ലോണം മിസ് ചെയ്യും. അമ്മയുടെ കൂടെ ഈ 3 മാസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ ആട്ടിച്ച് പൊളിച്ചിരിക്കുന്നു. 3 മാസം മുന്നേ അമ്മ ജിമ്മിൽ വന്നപ്പോൾ അമ്മയ്ക്ക് ബെയർലി ബാർബെൽ 25 കിലോ ഒക്കെ പൊക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്പം അമ്മ കണ്ടില്ലേ, അമ്മ 60 കിലോൻ്റെ ഡെഡ് ലിഫ്റ്റാണ് ഈസിലി അടിക്കണത്. ഇതാണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ ഗുണം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി നമ്മളെ അമേസ് ചെയ്യും. ഞാൻ നാട്ടിലെപ്പോഴും ചേച്ചീനെയും ശിഖേനെയൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്യൂ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് അതേ കരുതലോടെ പറയണം കേട്ടോ. നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യില്ലെങ്കിൽ അത് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ജിം സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് ഫൈനൽ ഈറ്റബിൾസും കൂടി വാങ്ങി പെട്ടിയിൽ വെക്കാനായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വന്നതാണ്. നേരത്തെ വാങ്ങി വെച്ചാൽ ശരിയാവില്ല, കാരണം നമ്മൾ വാങ്ങുന്നത് ചീസാണ്, കൗ ചീസ്. ഇതാണ് ആസ്തയുടെ ഫേവറേറ്റ്. അച്ഛമ്മ ബ്രിങ് മീ ചീസ് എന്ന് പറഞ്ഞൊരു മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മസ്റ്റാണ്, ഇതില്ലാതെ പോയാൽ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഇതൊക്കെ നാട്ടിൽ കിട്ടും, എന്നാലും ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും പാക്കിങ് കഴിഞ്ഞു, നമുക്ക് വേ ചെയ്യാം. 30 kilos, right? Perfect. Mamali? All set. കുട്ടി പാവ അറിയുന്നില്ല 100.7 വെയിറ്റ് ഒക്കെ ആയ എന്തോരം കാലറീസ് കട്ട് ചെയ്തിട്ട് വേണം ഒന്ന് കുറയ്ക്കാൻ അല്ലേ. ഒരു പാട്ടുണ്ടാക്കാണ്. അതിന്റെ പേരാണ് ബീറ്റഡ് മ്യൂസിക് ബൈ ശിവ് നായർ. ഓക്കെ, ഇതാണ് ഫോട്ടോ. ഇങ്ങനെയാവും ഇരിക്കുക. ഓ, അവന്റെ കവർ പേജ്, ആൽബത്തിന്റെ കവർ. ഒരു സൈഡിൽ അമ്മയും ഒരു സൈഡിൽ അച്ഛയും ഒരു സൈഡിൽ അമ്മമ്മയും കൂടി ഇരിക്കാൻ പാടുമോ? ലൈക്ക് ഈ സൈഡില് അമ്മ ഇരുന്നോളാം, ആ സൈഡില് അമ്മമ്മ ഫ്രണ്ടില് നിന്നോളൂ. ഓക്കിരി സാമിട്ടോ. കഴിക്കാം നമുക്ക്. ബിരിയാണി കഴിച്ചാലോ? കമാൻ ഷെവി, ലെറ്റ്സ് ഗോ ഈറ്റ് ബിരിയാണി. പാട്ട് നോക്കേ. Beated music funk by Shiv Nair. And sing that song, baby. Paradunu bailo. Anarats. Putklara kilkirado. Ats. Oh my god. Cristiano Ronaldo, Kylian Mbappe, Lionel
Very nice song. Much appreciated song. Shall we go to eat biryani, please? Can we go to eat biryani, please? Come. ഒരു സുനാമി വന്ന് തീർന്ന ഒരു ഫീൽ ഉണ്ടല്ലേ. എന്തൊരു ചാട്ടായിരുന്നു ചെക്കൻ. ഇതൊക്കെ ഞാൻ റോ ഫയലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് എന്താ പറയുക, അവൻ വലുതായിട്ട് കാണുമ്പോൾ അവനെന്നെ ചിരിക്കാം. നമ്മൾ ഡിന്നർ പൊതുവേ കുറച്ചും കൂടി നേരത്തെയാണ് കേട്ടോ കഴിക്കാറ്. ഏകദേശം 7-7:30. ഇന്ന് ജിമ്മിൽ പോയി വന്നു. ശിവന് ഓട്ടം ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. പിന്നെ നമുക്ക് ഒരുപാട് എക്സ്ട്രാ പണികളുണ്ടല്ലോ. ഒന്ന് നോർമൽ ഒരു ഡേ അല്ലല്ലോ, പാക്കിങ്ങും കാര്യങ്ങളും. അതുകൊണ്ടാണ് നമ്മുടെ ഡിന്നർ കുറച്ചും കൂടി ലേറ്റ് ആയത്. ഞാൻ ന്യൂ ഇയറിൽ വിചാരിക്കുകയാണ്, അതായത് അടുത്ത കൊല്ലം കുറച്ചും കൂടിയും ആക്റ്റീവായിട്ട് ഡയറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ റെസിപ്പീസ്, ഹൈ പ്രോട്ടീൻ റെസിപ്പീസ്, ലോ കാലറി ഡയറ്റ് പ്ലാൻസ്, അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. നോക്കട്ടെ. നമ്മൾ ഭയങ്കര സ്ട്രിക്ട്ലി വീട്ടിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് വീക്ക് ഡേയ്സ് മാക്സിമം ഒരുമിച്ച് കഴിക്കാൻ നോക്കുക, പറ്റുന്ന ടൈമിങ്സിലൊക്കെ. പിന്നെ വീക്കെൻഡ്സ് കുറച്ചും കൂടി റിലാക്സ് ആണ്. കൗച്ചിലിരുന്നിട്ട് നമ്മൾ TV കണ്ടുകൊണ്ട് കഴിക്കുക. കാരണം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താ വെച്ചാൽ, നമ്മൾ ആ ഒരു റൂട്ടീൻ മാനേജ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു നല്ല ശീലം ഡെവലപ്പ് ആവുന്നില്ല. അവർ ഓട്ടോമാറ്റിക്കലി ഫുഡ്, TV ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യും. നമ്മൾ ചില ദിവസങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തൊരു ഐസ്ക്രീം കട ഉണ്ട്, സ്റ്റേഷൻ റൈൻ്റെ അടുത്ത്. അത് രാത്രി 3 മണി വരെയൊക്കെ ഉണ്ടാവും സമ്മറിൽ. ഇപ്പോൾ വിൻ്റർ ആയി തുടങ്ങിയതുകൊണ്ട് 11 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി ഐസ്ക്രീം കഴിക്കലുണ്ട്. അപ്പോൾ അതാണ് ദിബിൻ ചോദിക്കുന്നുണ്ടായത് നേരത്തെ പോകണോ എന്ന്. അതെന്തായാലും നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നേ അമ്മ നമ്മളോട് ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചിറ്റ് ചാറ്റ് സെഷനാണ് നിങ്ങൾ കാണുന്നത്. സമയം പോയത് അറിഞ്ഞില്ല. വർത്താനം പറഞ്ഞ് ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് ഡീപ്പ് ടോപ്പിക്സിനെ കുറിച്ച് നല്ലോണം ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര എൻലൈറ്റനിങ് ടോക്കാണ്. അതുകൊണ്ട് ഞാൻ പറയാറില്ല, എനിക്ക് പലപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള 2 ആൾക്കാരാണ് അമ്മയും ദിബിനും. അവരുടെ തോട്ട് പ്രോസസ്സും പല കാര്യങ്ങളും ഒരുപാട് സിമിലറാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കട, പിസ്സ ഐസ്, നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീം പോയിന്റ്. ഇവിടെ ഉണ്ടല്ലോ സ്റ്റോമാണ്. സ്റ്റോമിൽ ഐസ്ക്രീം കഴിക്കാൻ ഇറങ്ങി നമ്മൾ. കാറിൽ പോയിരിക്കുക. ഓക്കെ, കാറിൽ നിന്ന് കഴിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10:15 മണിയായിട്ടുണ്ടാവും സമയം. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. കഴിച്ച പാടെ കിടക്കരുത് എന്നാണ് പ്രമാണം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെയും പോലെ ഇന്നും ഒരു മൂവി നൈറ്റ് ഉണ്ട് കേട്ടോ. മൂവി പലപ്പോഴും മുഴുവൻ കാണാറില്ല. ഇന്നത്തെ എനർജി ലെവൽ പോലെ ആയിരിക്കും ഇന്നത്തെ ഡേ. ഒരു മൂവി കാണാടാ, ഒരു മൂവി നൈറ്റ് ശിവ. അത് പക്ഷെ ശിവന് ഇഷ്ടമുള്ള മൂവി അല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മൂവി അല്ലേ വെക്കുക. പ്ലീസ് ശിബാബു, മിനുട്ടി. നമ്മളെപ്പോഴും കുട്ടികളോട് TV ഒക്കെ ഓഫ് ചെയ്യാൻ പറയുമ്പോഴേ ഹാർഷായിട്ട് റഫായിട്ട് പറയരുത്. അവരൊരു മനുഷ്യരല്ലേ, അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ റെസ്പെക്റ്റ്ഫുള്ളി അവരോട് നമ്മൾ ചോദിക്കണം. പിന്നെ കുട്ടികൾക്ക് പൊതുവെ TVയുടെ ദുശീലം വരണം പാരൻസ് കാരണം കേട്ടോ. അവർ സ്വന്തമായി ഓൺ ചെയ്ത് പലപ്പോഴും കാണുന്നതല്ല. പാരൻസ് അവരൊരു സൗകര്യത്തിന് വെച്ച് കൊടുത്ത് അവരെ ശീലിപ്പിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങൾ ചേച്ചി പാരൻറ്റിങ് ടിപ്സ് ഷെയർ ചെയ്യൂ പറയാറില്ല. എൻ്റെ ഏറ്റവും വലിയ ടിപ്പ് എനിക്ക് അമ്മ പറഞ്ഞു തന്ന ടിപ്പും കൂടിയാണ്. കുട്ടികളെ നല്ല സ്നേഹിക്കുക, അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റും ചെയ്യുക. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ, അതന്നെ. അപ്പോൾ നമ്മുടെ ദിബി ബോയ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിന്നൊരു ഹിന്ദി ഷോർട്ട് മൂവിയാണ് കണ്ടത് നെറ്റ്ഫ്ലിക്സിലുള്ളത്, ഗ്രേറ്റർ കലേഷ്. ഒരു ക്യൂട്ട് മൂവി, പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേക്ക്. ഒരു ഷോർട്ട് മൂവി കണ്ടിട്ട് നമ്മളെല്ലാവരും ഉറങ്ങാൻ പോയി കേട്ടോ. നാളെയാണ് ദി ഡേ, അമ്മ പോകേണ്ട ഡേ കേട്ടോ. എനിക്ക് ഇന്ന് കിടക്കുമ്പോൾ നല്ല ഹാർട്ട് ഹെവിയൊക്കെ ആയിരുന്നു. രാവിലെ 7 മണിക്ക് ഞാൻ നീച്ചു. അപ്പോൾ അമ്മ അതുക്കും മേലെ 5:30-6 മണിക്ക് നീച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കിച്ചണിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്ക് താഴെ പോയി നോക്കാം. ആസ് എക്സ്പെക്റ്റഡ് ഞാൻ താഴെ വന്നപ്പോഴത്തേക്കും അമ്മ നില അരച്ച് വെച്ച മാവ് പൊന്തിയിട്ടുണ്ടോ നോക്കിയിട്ട് അതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയായിരുന്നു. ഒപ്പം തന്നെ എൻ്റെ ദിവിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യായിരുന്നു, ശിവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യായിരുന്നു, എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ലോഗിൻ ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ ദിബി ബോയിൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യായിരുന്നു. കാരണം ദിബി ബോയ് ലഞ്ച് കൊണ്ടുപോകാറുണ്ടല്ലോ എല്ലാ ദിവസവും. എന്നിട്ട് ഞാനും ഉമ്മയും കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാവാൻ പോകാൻ തീരുമാനിച്ചു. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എയർപോർട്ടിൽ നമുക്ക് നേരത്തെ എത്തണം. ഏകദേശം 10:15 എത്തണം എന്നാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. ഞാൻ എന്തായാലും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ദിബി ബോയും ശിവു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. വെറുതെ ആൾക്കാരെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ട് വരും. എന്തിനാ നീ അറിഞ്ഞിട്ടല്ലേ, നീ അറിയണെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ കരയില്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ കരയില്ല. ഈ ഷർട്ട് ഇവിടെ തന്നെ അറിഞ്ഞോട്ടെ. ഓക്കെ, പാസ്പോർട്ട് കിട്ടുന്നത്? പാസ്പോർട്ട് കിട്ടുന്നുണ്ട്. എല്ലായിടത്തും പോയി കഴിച്ചോളി. ഞാൻ പറ്റാം കറിയാനായിട്ട് കറിയില്ല വിചാരിക്കണേ. ഞങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു.
ഞങ്ങള് പണ്ട് നമ്മളൊക്കെ നാട്ടിൽ പോലോ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ കരയില്ലോ. അപ്പോൾ നമ്മൾ പറയും പിന്നെ ഇതൊരു തൊഴിലായി വരിക പോവാ വരിക പോവുക പിന്നെ കരയുക. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തു കരയാം. അമ്മയ്ക്ക് ഇങ്ങനെ വിഷമം അപ്പം അമ്മോട് പറയും കരയാൻ പാടില്ല, നോക്കാതിരുന്നാൽ മതി. അപ്പം കരയില്ല. അപ്പം അമ്മ പറയണത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് 6 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ഓരോ സ്ഥലത്ത്. അപ്പോൾ പട്ടാമ്പിയിൽ തറവാട്ടിൽ വെക്കേഷൻ സമയത്ത് ഓരോരുത്തർ വന്ന് ഓരോരുത്തർ പോകുമ്പോഴും കരച്ചില്ല. അവസാനം ഇവരെടുത്ത ഡെസിഷനാണ് ഇനി അവർ കരയില്ല എന്ന്. പോകുമ്പോൾ കരയണ്ട, ചിരിക്കാനുള്ളത് പറയും. ആ ശരിയാ, നല്ല ഐഡിയ ആണ്. ചിരിക്കാനുള്ളത് ഇങ്ങനെ പറയും. അമ്മ ഇന്ന് ഞാൻ കരയില്ല നോക്കിക്കോ നിങ്ങൾ. അപ്പം നീ കൊടുക്കലോ. ഈ വീട്ടിലെല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇനി ആണോ അതോ അഭിനയിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും റിലാക്സ്ഡ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടം ഇങ്ങനെ ഏതൊക്കെ ദിക്കുന്ന വരണമെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ സങ്കടം വരുന്നു. നാളെ ഈ റൂമിൽ വരുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടാവില്ല, അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടേ. പണ്ട് ഇതിലും വേസ്റ്റ് ആയിരുന്നു ഞാൻ പണ്ട് പറഞ്ഞൊക്കെ കാര്യം കൂടെ ഉള്ളവരെയും കരയിപ്പിക്കും. ഇതിപ്പോൾ എത്രയോ ബെറ്റർ ആയ എൻ്റെ വേർഷനാണത്. എനിക്കൊന്ന് ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടി ക്രിട്ടിക്കലി ആയി തിങ്ക് ചെയ്ത് തുടങ്ങിയത് എൻ്റെ ലൈഫിൽ നിന്ന് അച്ഛൻ ഫിസിക്കലി പോയപ്പോഴാണ് കേട്ടോ. അതുവരെ എനിക്ക് കരയാൻ തോന്നിയാൽ ഞാൻ കരയും. ബാക്കിയുള്ളവർക്ക് സങ്കടം വരണ്ടോ കരച്ചിൽ വരണ്ടോ എന്ന് എനിക്ക് ചിന്തയിൽ പോലും വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കരഞ്ഞാൽ എൻ്റെ ഫാമിലിയും കരയില്ലോ എന്നുള്ള ചിന്ത എനിക്ക് വരാറുണ്ട്. ദിസ് ഇസ് കോൾഡ് ചേഞ്ച്. ലൈഫ് ഹംബിൾസ് യു ഇൻ ഡിഫറെൻറ്റ് വേസ്. ഫുട്ബോളൊക്കെ കളിക്കാൻ പോണേ കേട്ടോ, റൊണാൾഡോ ആവണേ. ഇന്ന് ദിബി പോയ നമ്മുടെ മുന്നിൽ അനുഗ്രഹം വാങ്ങാൻ നമസ്കരിച്ചല്ലോ. അപ്പോൾ ശിവ് ദിബിൻ്റെ മീത്ത് കയറിയിരുന്നു. എന്നിട്ട് അവർ ആന കളിക്കായിരുന്നു. അപ്പോൾ അതുപോലെ അമ്മ പറയുകയാണ്, പണ്ട് ചെറിയ കുട്ടിയാവുമ്പോൾ അച്ഛൻ പൂജാമുറിയിൽ സ്വാമിയുടെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ ഞാനും മനുവും അച്ഛൻ്റെ മീത്ത് കയറിയിരിക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ആന കളിക്കലാണെന്ന്. അമ്മയ്ക്ക് അതൊക്കെ ഓർമ്മ വന്നു എന്ന്. അതുപോലെ തന്നെ അമ്മ പറയുകയാണ്, പണ്ട് താരേ സമീൻ പെർ മൂവി കണ്ടിട്ട് മനു ഹോസ്റ്റലിൽ നിന്ന് അമ്മോട് അമ്മേനെ മിസ് ചെയ്യണു പറഞ്ഞ് വിളിച്ചു. അവര് അത് കണ്ടിട്ട് ഭയങ്കര കരച്ചിലും ഭയങ്കര ഇത് എന്നിട്ട് ഇമോഷണൽ ആയിട്ട് പറഞ്ഞു പോരെ ഇപ്പൊ കാണണം. ഇതുപോലെ പണ്ട് സ്വദേശി കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. 2005 സ്വദേശി രാത്രി കണ്ട് പിറ്റേന്ന് രാവിലെ കേരളം പോകുന്നു. ഇമോഷണൽ ആൾക്കാരാകുമ്പോ ഞമ്മള് ഇമോഷണൽ പീപ്പിൾ, ഓൾ ഇമോഷണൽ പീപ്പിൾ. ഞാൻ വിചാരിച്ചു ഷാറൂഖ് ഖാൻ പോയ പോലെ ആയിരിക്കും നാട്ടിൽ പോകുന്നത്. പക്ഷെ ആവശ്യമില്ലാതെ കരഞ്ഞു അതെ, 3 മാസം കഴിഞ്ഞാൽ വിടുന്ന നമ്മുടെ സ്വത്തുവാണ്. കണ്ട ഗുഡ് ബോയ് കളിക്കാനൊക്കെ പോയി ബിഗ് ബോയ് ആവുന്ന പറഞ്ഞാണ് ഞാൻ വരുന്നത്. ആണോ? ഫുഡൊക്കെ കൊടുക്കും, പാല് കുടിക്കും. മാംസി പറയണേ ശിവന്റെ കയ്യില് മല്ലികപ്പൂ കിട്ടിയ ശിവ പാടുന്ന പാട്ടാണ് അത്ര. ശിവമല്ലിപ്പൂവേ ചളി ചളി, വെറുതെ മൂട് മാറ്റാനുള്ള ഓരോ ചളികളെ. നമ്മൾ അവിടുന്ന് പോയിണ്ടല്ലോ, നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോയിണ്ടല്ലോ. കറങ്ങാൻ പോവാണ്. ശരിയാണ് കേട്ടോ. വണ്ടിയിലിരുന്നപ്പോൾ ശിവ പറഞ്ഞ പോലെ എവിടെയോ നമ്മൾ കറങ്ങാൻ പോണ പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. നമ്മൾ 3 ദിവസം മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും അതുപോലത്തെ ഒരു ട്രിപ്പ് പോണ പോലെ കേട്ടോ. പക്ഷേ ഇതേ നമ്മൾ എയർപോർട്ട് എത്തി. സ്കിപ്പോളാണ് ആംസ്റ്റർഡാമിലെ എയർപോർട്ടിന്റെ പേര് കേട്ടോ. എയർപോർട്ട് വീട്ടിന്റെ അടുത്താണ് കേട്ടോ, വളരെ ദൂരം. നല്ല കാറ്റുണ്ടല്ലേ. ആംസ്റ്റർഡാമിൻ്റെ വെതർ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ കുറച്ച് മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മോശം ഇൻ ദ സെൻസ് വെതർ ഇങ്ങനെ മാറി മാറി വിൻ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ഓട്ടം ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടേ. അപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് നെതർലാൻഡ്സിൽ വിട്ട് നല്ല പ്രകാശമുള്ള ഒരു രാജ്യത്തേക്ക് പോകുക തന്നെയാണ് നല്ലത്. അതായത് നമ്മുടെ ഇന്ത്യ. എന്ത് നല്ല വെതറാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു കാലത്തെ. നമ്മുടെ ചെക്ക് ഇൻ കഴിഞ്ഞു. ഇപ്പം നമ്മളിതേ അമ്മേനെ കൂട്ടിയിട്ട് വീൽ ചെയർ അസിസ്റ്റൻസ് ലേക്ക് പോവാണ് കേട്ടോ. നമ്മളിപ്പോഴും വീൽ ചെയർ ബുക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യാറുണ്ട്, സ്പെഷ്യലി അമ്മ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ശിവൻ്റെ കൂടെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. കാരണം അത് റിയലി ഒരു ഭയങ്കര ഹെൽപ്ഫുൾ സംഭവമാണ്, സ്പെഷ്യലി ഡൽഹി വഴി പോവുകയാണെങ്കിൽ. കാരണം ആ എയർപോർട്ട് ഭയങ്കര കയോട്ടിക്കാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ പോണത് മുംബൈ വഴിയാണ്. പക്ഷെ മുംബൈയും ഈക്വലി കയോട്ടിക് ആയതുകൊണ്ടാണ് നമ്മൾ വീൽ ചെയർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ നേരെ പോണത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ മനു വരും അമ്മേനെ പിക്ക് ചെയ്യാൻ. അപ്പോൾ so my gym partner is going back to India. അമ്മ തിരിച്ചുവിട്ട് ജിം ചെയ്യാം. യെസ്, അമ്മ ഗുജറാത്തിൽ ഓൾറെഡി മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞു. അമ്മ ഗുജറാത്തിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ മുതൽ ജിം പോകുന്നുണ്ട്. അല്ല മനുവിൻ്റെ കൂടെ. മനു ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ കൂടെ പോകും, ഇല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ഇല്ലാൻ്റെ കൂടെ പോകും, ഷിക്കയുടെ കൂടെ പോകും. എന്തായാലും അമ്മയ്ക്ക് പാർട്ട്ണറുണ്ട്. എൻ്റെ പാർട്ട്ണറാണല്ലോ പോയത്. നീ മുന്നേ തന്നെയല്ലേ പോയിരുന്നപ്പോൾ തന്നെ പോയത്. ഏയ് സിക്സർ. അപ്പം നമ്മൾ തിരിച്ച് ഗോളടിക്കണം. അയ്യോ, അത്ര ഇതുകൊണ്ട് അറിയില്ല. വലിയൊരു കുറച്ച് പേരുണ്ട്, പിന്നെ മാറും, പെട്ടെന്ന് മാറും.
ഞാൻ പിന്നെ അമ്മ അതൊന്നും വരുമല്ലോ. ചിന്തിച്ചൊന്നും അമ്മ ഇപ്പോൾ ഞാനാണെങ്കിൽ ചിന്തിച്ചിട്ടേ ഇരിക്കുള്ളൂ. ചിന്തിച്ചാൽ മതി. ഇന്ന് എൻ്റെ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും യുവി പോയി ഐശ്വര്യം വിഷ്ണുവൊക്കെ വീട്ടിൽ വരുന്നത്. അപ്പം എൻ്റെ ചിന്തകളൊക്കെ മാറും. അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്. അമ്മ പിന്നെ ഓൾറെഡി ഇസ് വെരി പ്രാക്ടിക്കലി. ഉണ്ണിയോ നീയോ? ഉണ്ണിയോ? നമ്മള് 3 മാസം കഴിഞ്ഞ വീണ്ടും കാണും. അതെ, എന്തായാലും കാണും. അമ്മ വരുമല്ലോ. സങ്കടം വരികയാണോ? യുവി ബോയ് വരും കൂടെ. യുവി ബോയ് വരും. അതെ, യുവി വരും. അറിയില്ല. ഓക്കെ ഓക്കെ. അമ്മമ്മരല്ലേ? അല്ല, ശിവന് വരണ്ടാ. ശിവന് കൊണ്ടുപോകണം. ഐപാഡിന് വരെ ഐപാഡിന് വരുന്ന. ശരി ശരി, നോക്കെ. ഗേറ്റിലെത്തിട്ട് വിളിക്കട്ടോ. ബൈ. ചിന്ത താങ്ക് യു അല്ലേ. Kind of no. നമ്മൾ ഇന്ത്യൻസ് ഒരു പ്രത്യേക ക്യാരക്ടറല്ലേ. നമ്മൾക്ക് ഇങ്ങനെ മതിയാവോളം ബായ് പറയണം, മതിയാവോളം സംസാരിക്കണം. അമ്മേനെ കൊണ്ടുപോകുന്ന ആൾ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അയാൾ പറഞ്ഞു അവിടെ വന്നോളാം, ലിഫ്റ്റിൻ്റെ അടുത്ത് വരെ നടന്നോളൂ, നിങ്ങൾക്ക് അമ്മേനെ കാണാൻ പറ്റുന്നു. അപ്പം ഞങ്ങൾ അമ്മയുടെ കൂടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ഡാമോട്ടി, ബൈ. അമ്മ അമ്മ പോയി. കരയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ചെറുതായിട്ട് സങ്കടം പൊടിഞ്ഞു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, അമ്മ ഇസ് കമ്മിങ് ബാക്ക്. അമ്മ ഇസ് കമ്മിങ് ബാക്ക്. നെക്സ്റ്റ് ഇയർ ജനുവരി. യെസ്. അമ്മ നെക്സ്റ്റ് ഇയർ ജനുവരിയിൽ വരുന്നു. ഞാനും ദിവനും ശിവ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമാധാനിക്കുകയാണ് കേട്ടോ. അല്ലാതെ അമ്മ നമ്മളോട് കൺഫേം ആയിട്ട് വരുന്നു എന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് നാട്ടിൽ ഒരുപാട് പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ വരൂ നമ്മൾ. വേണ്ട, ഞാൻ ഐ ആം നോട്ട് ഈറ്റിംഗ് ഇറ്റ്. നോ കാലറീസ്. വേണ്ട കണ്ണാ, ഐ ആം നോട്ട്. ഇന്നിപ്പോ കാലറി കുഴപ്പമില്ല. 5 വേണ്ട വേണ്ട, I don't want. ഇത് അമ്മയ്ക്ക്, ഇത് ഈ കരയ ബേബിക്ക്, ഇത് ഈ കരണ ബേബിക്ക്. കരണ ബേബീസ് എടുത്തോ. ദി ബോയ്സ് ക്യൂട്ട് ലിറ്റിൽ വേ ഓഫ് കംഫർട്ടിങ്. എനിക്കെന്തായാലും മാക്രോൺസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടമായി. ശിവനും ഇഷ്ടമായി ലോലിപോപ്പ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് യാത്ര തുടങ്ങി. ഡ്രൈവ് ചെയ്ത് നമ്മൾ വീട്ടിന് മുന്നിൽ പാർക്ക് ചെയ്തെത്തിയപ്പോൾ തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അമ്മ ഗേറ്റിലെത്തി, സുഖമായിട്ട് എന്ന് പറയാൻ വിളിച്ചതാ. പിന്നെ ഒരു ക്യൂ കഴിഞ്ഞപ്പോ ഇവിടെ സേഫായി എത്തി അമ്മ. ഗേറ്റിലെത്തി. E18 അല്ലേ? 18 അല്ല 22 ചേഞ്ച് ആയി. അമ്മ കരഞ്ഞു. അല്ലല്ല അമ്മ, എന്റെ കണ്ണീരൊന്ന് പൊടിഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കൊറേ മുക്കി നോക്കിട്ടോ അമ്മ, കരയാൻ പറ്റുന്നില്ല. അമ്മ ദിവൻ എന്ത് ചെയ്തിരിക്കാ? അമ്മ ദിവൻ എന്ത് ചെയ്തിരിക്കറിയോ? ദിവൻ കരയുന്ന 2 കുട്ടികൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചെന്നെങ്കിൽ എനിക്ക് മാക്രോൺസും ശിവന് ലോലിപോപ്പും. ഞാൻ പറഞ്ഞു എനിക്ക് കാലറീസ് വേണ്ട. ഞാൻ പറയും ഇന്ന് നീ കഴിച്ചു, ഇന്ന് കാലറീസ് ആവാൻ. കരയുന്ന കുട്ടികൾക്ക് പാലുള്ളണ്ടല്ലോ, അതുപോലെ നീ അതിനല്ല കരഞ്ഞു, നീ ചോക്ലേറ്റ് കിട്ടാൻ കരഞ്ഞില്ലേ? മുഖം ഒന്ന് മാറി. ആക്ടിങ് ചെയ്തതാണ് അമ്മ, ആക്ടിങ് ചെയ്തതാണ്. നമ്മൾ വീടെത്തിയപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐഷു വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ലഞ്ചിന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നാൽ ഞാൻ കുറച്ചും കൂടി ഓക്കെ ആവും. നമ്മൾ ബിസി ആയിരുന്നു, നമ്മുടെ മൈൻഡ് മാറുമല്ലോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് അവരൊക്കെ കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ചൗ ചൗ ഫ്രം From She Vlogs.